മാർച്ച് 27 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ഈജിപ്തിലെ വിശുദ്ധ ജോൺ, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ അൽക്കൽഡ്, വിശുദ്ധ അമാത്തോർ, വിശുദ്ധ ഫിലത്തൂസ്, വിശുദ്ധ ലിഡിയ, വിശുദ്ധ മാച്ചഡോ, വിശുദ്ധ തെയോപ്രേപ്യൂസ്, വിശുദ്ധ ആംഫിലോക്കോസ്, വിശുദ്ധ ക്രോണിദാസ്, വിശുദ്ധ അഗുസ്ത. ഈജിപ്തിലെ വിശുദ്ധ ജോൺ 394 കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ വിശുദ്ധ ജോൺ ജീവിച്ചിരുന്നത്. ജോൺ ഈജിപ്തിൽ ഒരു തച്ചന്റെ മകനായി ജനിച്ചു. 25-ാമത്തെ വയസ്സിൽ അയാൾ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ കീഴിൽ അസാധാരണമായ വിനയത്തോടും അനുസരണയോടും കൂടെ ജീവിച്ചു. പല മൂഢമായ പ്രവൃത്തികളും തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു വർഷം ഒരു ഉണങ്ങിയ കമ്പ് പച്ചച്ചെടിയെന്ന പോലെ നനച്ചു വന്നു. ഈ അനുസരണ പ്രവൃത്തികൾക്കെല്ലാം അനന്തരകാലത്ത് ജോണിന് വിശിഷ്ട അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. 40 വയസ്സുള്ളപ്പോൾ ലിക്കോപോളിസിൽ ഒരു ഉയർന്ന പാറക്കെട്ടിന്റെ മുകളിൽ കയറി ഒരു ചെറിയ ഗുഹ അദ്ദേഹത്തിന്റെ താമസത്തിനായി തിരഞ്ഞെടുത്തു. ആഴ്ചയിൽ 5 ദിവസം അദ്ദേഹം ദൈവത്തോടുള്ള സംഭാഷണത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നു. ശനിയും ഞായറും പുരുഷന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി വന്നു. സൂര്യാസ്തമനം വരെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷമാണെങ്കിൽ വളരെ കുറച്ചു മാത്രം. ഇങ്ങനെ 42-ാമത്തെ വയസ്സ് മുതൽ 90-ാമത്തെ വയസ്സ് വരെ ജീവിച്ചു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിരുന്നവർക്ക് താമസിക്കാൻ ഒരു ആശുപത്രി അദ്ദേഹം പണിയിച്ചു. അനേകരെ അത്ഭുതകരമാം വിധം അദ്ദേഹം സുഖപ്പെടുത്തി. പലരുടെയും ഹൃദയ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. സ്വേച്ഛാധിപതിയായ മാക്സിമൂസിനെ രക്തം ചിന്താതെ തെയോഡോഷ്യസ് ചക്രവർത്തി പരാജയപ്പെടുത്തുന്ന അദ്ദേഹം പ്രവചിച്ചു. ജീവചരിത്രകാരന്മാർ വിശുദ്ധ ജോൺ ചെയ്തിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത്ഭുത പ്രവർത്തനപരം സിദ്ധിക്കുക അസാധാരണമല്ല. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: ആശാനിഗ്രഹവും പ്രായച്ചിത്തവും ദിവ്യസ്തുതി കീർത്തനങ്ങൾ വഴി ഏകാന്തതയിൽ തങ്ങളെ തന്നെ പൗത്രീകരിക്കുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അതിലൂടെ അവർക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിയുന്നു. ഈജിപ്തിലെ വിശുദ്ധ ജോൺ അനന്തമായി നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുടെ നിശബ്ദതയിലും സമാധാനത്തിലുമാണ് അസാധാരണമായ ഭക്തി വളർത്തിയെടുത്തത്. വിശുദ്ധ യോഹന്നാനും നമുക്കെല്ലാവർക്കും അറിവിലും ദൈവവുമായുള്ള അടുപ്പത്തിലും വളരുന്നതിന് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാറുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിച്ച് നോക്കാം. നമ്മളുടെ ദിവസങ്ങളിൽ ദൈവത്തിനായി സമർപ്പിക്കുവാൻ കുറച്ചെങ്കിലും സമയം കണ്ടെത്തുവാൻ കഴിയുന്നവരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാം. വിശുദ്ധനായ ഈജിപ്തിലെ ജോണെ, ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.